നമ്മളിപ്പോ എന്തിനാ ഇവിടെ കൂടിയിരിക്കുന്നത്? നമ്മളിവിടെ കൂടിയിരിക്കുന്നത് പിള്ളേർ ചില കാര്യങ്ങൾ ഉപദേശിക്കാനാ. पर्ल विलियम कहाँ से हैं आप? केरला। केरला? എടി കൊച്ചെ, എന്റെ ചോദ്യങ്ങൾക്ക് നീ ശരി ഉത്തരം പറയണം. ഇതെന്താ കോടീശ്വരൻ പരിപാടിയാണോ? തമാശ പിന്നെ. तो पर्ल विलियम, what's your political leaning? Political leaning? I don't watch politics. അല്ലെ, അതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. You don't have any political opinion? No, no. കേരള സർ 100% ലിറ്ററസി സാർ. ബെസ്റ്റ് കോമഡി. വലിയ പുള്ളിയാ, ഡൽഹി കണ്ടുപിടിച്ച ആളാ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അധ്യായം. ഇപ്പം പറഞ്ഞത് കേട്ടാ, കേരള ഷാർ 100% ലിറ്ററസി ഷാർ ഊക്കിയതാണ്. കേരളത്തില് ലിറ്ററസിക്ക് കയറി ഒരു അടി, അവന്റെ ചർക്കാച്ചം മലയാളികൾ വിടും. അവൻ എന്റെ കൈ കിട്ടിയ പിഴിഞ്ഞ് ഞാൻ ചാറ് കുടിക്കും. ഇവനെ അപരാധം പറയണം. ഇവന്റെ ഇൻസ്റ്റാ പേജ് ഞാൻ കാണിച്ചു. അതിനകത്ത് പോയി തന്തലാഴി പറയണം. അവന്മാരെ ഇപ്പൊ തന്നെ നോക്കണം. ഹരിയാപ്പ് കറിയുപ്പോ? കറിയുപ്പ് അല്ലടോ, ഹരിയാപ്പ്. ഒന്ന് വേഗം വരാൻ. കമോൺ. ഒന്ന് നിർത്തുവോ? മനസ്സമാധാനം തരുവോ? നിർത്തൂലടാ, അമ്മാര് ഷോയിലെ കുറച്ചാലായിട്ട് നീ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്. ലോനപ്പാ എന്തേട്ടാ ഉണ്ട് നോക്കി കാണിക്കരുത്. ഇല്ലേട്ടാ. മുതലും പലിശ ചേർത്ത് കിട്ടി. കേരളം ഒരു ഭീകര സ്ഥലം തന്നെ അല്ലേ. ആ ഒരു ലേഡി വോട്ട് ചെയ്യുന്നില്ല, അവർക്ക് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് പറയുന്നതും കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു ലിറ്ററസിനെ കുറിച്ച് കളിയാക്കുന്നതും, ഇവൻ എവിടുത്തെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആണ് ഈ ബജ്ജി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഇതിൽ രൺവീറിനോട് ആളുകൾക്ക് ഒരു അമർഷം തോന്നിയത് ഏറ്റവും നന്നായിട്ട് അവിടെ കിടന്ന് ചിരിച്ച വ്യക്തി രൺവീർ ആയിരുന്നു. ആള് വിഷം. രൺവീറിന്റെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഞാൻ വളരെ വളരെ സന്തോഷിച്ചു. നീ ആട്ടും തോലിട്ടോ ചെന്നായാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. കേരളത്തിനെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ഒരു കോമഡി, ഒരു കളിയാക്കല് അവിടെ നടത്തിയ സമയത്ത് ബിയർ ബൈസെപ്സ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രൺവീർ അല്ലാബാദിയുടെ അശ്ലീല പരാമർശത്തിൽ നടപടി കടുപ്പിച്ച് കേന്ദ്രം. കൊടുത്ത കൊല്ലത്തും കിട്ടും. പരിപാടിക്കിടെ ഒരു മത്സരാർത്ഥിയോട് മാതാപിതാക്കളുടെ ലൈംഗിക ബന്ധത്തെ പരാമർശിച്ച് രൺവീർ അലബാദിയ ചോദിച്ച ചോദ്യമാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഇപ്പോ വേണുഗോപാൽ ജിക്ക് എന്ത് തോന്നുന്നു? My comment wasn't just inappropriate, it wasn't even funny. Comedy is not my forte. I'm just here to say sorry. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം? അതന്നെ അവന്റെ ഫിനിഷ്. അല്ലെങ്കിലും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്ന ചൊല്ല്. I'm not going to give any context or justification or reasoning behind whatever happened. I'm just here for an apology. അതെങ്ങനെ മനസ്സിലായി? അയ്യപ്പനെ ഡ്രസ് ഇട്ടാൻ കേട്ടതാ. ഈ രാഷ്ട്രീയം ഇല്ല എന്ന് കൂൾ ആൻഡ് ഫാഷൻ ആയിട്ട് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ട്, എല്ലാവർക്കും ഒരു രാഷ്ട്രീയമുണ്ട്. ഇവിടെയുള്ള കക്ഷി രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള ചില രാഷ്ട്രീയം ഉണ്ട് എന്ന് പറയുന്നത് പോലും ഒരു രാഷ്ട്രീയമാണ്. സത്യം, എനിക്കത് തോന്നാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും പറയുക. അപ്പോൾ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ചായ്വ് അങ്ങനെയാണ് എന്നൊക്കെ അവർ വിചാരിച്ചോളൂ. ഈ പറഞ്ഞത് ന്യായം. തെളിക്കുന്ന വഴിക്ക് നടന്നില്ലെങ്കിൽ നടക്കുന്ന വഴിക്ക് തെളിക്കുക എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ഈ അടുത്ത പരിപാടി വരാൻ.